എല്ലാവർക്കും നമസ്കാരം. ജെ.ആർ.ആർ. ടോൾക്കീൻ ഒരുക്കിയ ആ വലിയ മായാലോകത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്, ദ ഹോബിറ്റ്. സത്യം പറഞ്ഞാല് സുരക്ഷിതമായ വെളിച്ചം നിറഞ്ഞ സ്വന്തം കൊച്ചുവീട്ടിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ഒരു ഡ്രാഗണിന്റെ ഇരുണ്ട ഗുഹയിലേക്ക് തീരെ താൽപ്പര്യമില്ലാതെ യാത്ര തിരിക്കുന്ന ഒരു നായകന്റെ കഥയാണിത്. നമ്മളിന്ന് ഈയൊരു ദൃശ്യയാത്രയിലൂടെ കാണാൻ പോകുന്നത് കേവലമൊരു കഥയല്ല, മറിച്ച് ടോൾക്കീൻ സൃഷ്ടിച്ച ലോകം എത്രത്തോളം വലുതും അവിശ്വസനീയവുമാണെന്നാണ്. ഏറ്റവും മികച്ച ഒരു സിനിമാറ്റിക് അനുഭവമായി തന്നെ ഈ ലോകത്തെ നമുക്കൊന്ന് അടുത്തറിയാം. ശരിക്കും ഒരു ഹോബിറ്റ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് ഈയൊരു പഴയ ഡ്വാർവൻ ഗാനത്തിന്റെ വരികളിലൂടെ ഒന്ന് കണ്ണോടിക്കുന്നത് നന്നായിരിക്കും. മഞ്ഞുമൂടി ആ മലനിരകളിൽ പ്രതിധ്വനിക്കുന്ന ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എവിടെയൊരു ചെറിയ ഭയം തോന്നും, അല്ലേ? വരാനിരിക്കുന്ന ആ വലിയ സാഹസിക യാത്രയുടെയും വഴിയിൽ കാത്തിരിക്കുന്ന അപകടങ്ങളുടെയും കൃത്യമായ ഒരു ചിത്രം ഈ ഒറ്റ ഗാനം തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോ ഇതൊരു വലിയ യാത്രയായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ അനാലിസിസിന്റെ റൂട്ട് മാപ്പ് ഒന്ന് നോക്കാം. 1. സുഖസൗകര്യങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു ഹോബിറ്റ്. 2. സാഹസികതയിലേക്കുള്ള വിളി. 3. വഴിയിലെ അപകടങ്ങൾ. 4. ഭൂപടത്തിലെ രഹസ്യങ്ങൾ. 5. ഡ്രാഗണിന്റെ സ്വർണം. ഒപ്പം അവസാനമായി ഒരു നായകന്റെ മടങ്ങിവരവ്. ഇതിൽ ആദ്യമായി സുഖസൗകര്യങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഹോബിറ്റിനെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ നായകനായ ബിൽബോ ബാഗിൻസ് ആള് ചില്ലറക്കാരനല്ല. അടിപൊളിയായി പാനൽ ചെയ്ത ഒരു തുരങ്കത്തിലാണ് കക്ഷിയുടെ താമസം. മുകളിലത്തെ നിലകളൊന്നുമില്ല, പക്ഷേ നിറയെ ഭക്ഷണപ്പുരകളുള്ള വളരെ സേഫായ ഒരു സ്ഥലം. ടോൾക്കീൻ ഒരു ഹോബിറ്റിനെ എത്ര രസകരമായാണ് വരച്ചു കാണിച്ചിരിക്കുന്നത് എന്നാലോചിച്ചു നോക്കൂ. യാതൊരുവിധ മാന്ത്രിക ശക്തികളുമില്ല, അവർക്ക് എങ്ങനെയെങ്കിലും സുഖമായി ജീവിച്ചാൽ മതി. വലിയ ശബ്ദങ്ങളൊന്നും തീരെ പിടിക്കില്ല. കാലിൽ ഷൂസ് പോലും ധരിക്കാത്ത തിളങ്ങുന്ന വസ്ത്രങ്ങളിട്ട് നടക്കുന്ന ഈ പാവങ്ങൾ ദിവസം 2 തവണയൊക്കെ അത്താഴം കഴിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ആൾ ഒരു സാഹസികതയ്ക്ക് പോകുന്നതിനെപ്പറ്റി സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ലല്ലോ, അല്ലേ? പക്ഷേ അവിടെയാണ് ബിൽബോയുടെ ഉള്ളിലെ ശരിക്കുള്ള പ്രശ്നം കിടക്കുന്നത്. ബിൽബോയുടെ അച്ഛന്റെ കുടുംബമായ ബാഗിൻസ് വളരെ മാന്യന്മാരും സുരക്ഷിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ അമ്മയുടെ കുടുംബമായ ടൂക്ക് പാരമ്പര്യം അങ്ങനെയല്ല കേട്ടോ. അവർ സാഹസികതയെ സ്നേഹിക്കുന്നവരും അല്പം പ്രവചനാതീതമായ സ്വഭാവമുള്ളവരുമാണ്. സേഫ്റ്റിയും അഡ്വഞ്ചറും തമ്മിലുള്ള ഈയൊരു വലിയ ഫൈറ്റ് ബിൽബോയുടെ ഉള്ളിൽ എപ്പോഴുമുണ്ട്. ഈ ഒളിച്ചുകിടക്കുന്ന ടൂക്ക് സ്വഭാവം എപ്പോഴെങ്കിലും പുറത്തുവരും എന്നതുറപ്പാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മളെത്തുന്നത്, സാഹസികതയിലേക്കുള്ള വിളി. ഒരു പ്രശ്നവുമില്ലാതെ വളരെ സുഖകരമായി കടന്നുപോയ 50 വർഷങ്ങൾക്ക് ശേഷം ബിൽബോയുടെ ആ ലൈഫ് പെട്ടെന്നൊരു ദിവസം അങ്ങ് മാറിമറിയുകയാണ്. കാരണം വേറൊന്നുമല്ല, അവിടേക്കാണ് ഗാൻഡാൽഫ് വരുന്നത്. കൂർത്ത നീലതൊപ്പിയും വലിയ കറുത്ത ബൂട്ടുകളുമൊക്കെയായിട്ട് വരുന്ന ഈ മാന്ത്രികൻ ബിൽബോയുടെ ലോകം അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിക്കുന്നുണ്ട്. വെറുതെയല്ല, കൂടെ 13 കുള്ളന്മാരുമുണ്ട്. ഭയാനകനായ ഒരു ഡ്രാഗൺ കാത്തു സൂക്ഷിക്കുന്ന നിധി വീണ്ടെടുക്കാനുള്ള ആരും പോകാത്ത ഒരു യാത്രയുടെ ക്ഷണവുമായാണ് അവർ വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗം, വഴിയിലെ അപകടങ്ങൾ. നമ്മൾ ഇതുവരെ കാണാത്ത ആ അജ്ഞാതമായ ലോകം. എങ്ങനെയൊക്കെയോ തന്റെ ആ സേഫായ ഷയർ വിട്ട് ബിൽബോ പുറത്തേക്ക് കാലെടുത്തു വെക്കുന്നതോടെ ആ സുഖസൗകര്യങ്ങളെല്ലാം അവന് നഷ്ടപ്പെടുകയാണ്. കാരണം ആ യാത്ര അത്രത്തോളം ഡേഞ്ചറസ് ആണ്. ഇവിടെ ഈ ടൈം ലൈൻ നോക്കിയാല് ആ യാത്ര എത്ര ഭയാനകമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. ട്രോളുകൾ എന്ന രാക്ഷസന്മാരുടെ തീയിൽ ബന്ധം മരിക്കേണ്ടിയിരുന്ന അവസ്ഥയിൽ നിന്നാണ് അവർ എൽഫുകളുടെ നാടായ റിവൻഡലിലെത്തുന്നത്. അവിടുന്ന് കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും ഗോബ്ലിനുകളുടെ ഭയാനകവും ഇരുണ്ടതുമായ തുരങ്കങ്ങളിലേക്ക്. സ്വന്തം ധൈര്യം മാത്രം ആശ്രയിച്ച് ബിൽബോ മുന്നോട്ടു പോകുന്ന കാഴ്ച ശരിക്കും ത്രില്ലിംഗാണ്. നമ്മൾ അടുത്തതായി നോക്കുന്നത് 4ാമത്തെ കാര്യമാണ്, ഭൂപടത്തിലെ രഹസ്യങ്ങൾ. ഇവർ ഈ അപകടങ്ങളിലൂടെയെല്ലാം കടന്നുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറുമൊരു ഫാന്റസി ലോകം എന്നതിലുപരി ടോൾക്കീൻ തന്റെ ലോകത്തെ ചില ചരിത്രവസ്തുക്കളുമായി മനോഹരമായി കണക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ത്രോറിന്റെ മാപ്പ് നോക്കൂ. ഇത് ചുമ്മാ ഒരു പടമല്ല, ആ വലിയ ഡ്രാഗനായ സ്മോഗിന്റെ അടുത്തേക്കുള്ള വഴികൾ കൃത്യമായി കാണിക്കുന്ന, യഥാർത്ഥ ചരിത്രവും കഥയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിപ്രധാനമായ ഒന്നാണിത്. എന്നിട്ട് റിവെൻഡലിലെത്തുമ്പോഴോ എൽഫുകളുടെ നാഥനായ എൽറോണ്ട് അതിശയകരമായ ആ വലിയ രഹസ്യം വെളിപ്പെടുത്തുകയാണ്, മൂൺ ലെറ്ററുകൾ. ശരിക്കും പറഞ്ഞാൽ ടോൾക്കീൻ പ്രകൃതിയെയും വാനശാസ്ത്രത്തെയും ഭാഷയെയും എത്ര അത്ഭുതകരമായാണ് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. കാരണം ആ രഹസ്യ അക്ഷരങ്ങൾ വായിക്കണമെങ്കിൽ അതെഴുതിയ കാലത്തെ അതേ രൂപത്തിലുള്ള ചന്ദ്രന്റെ പ്രകാശം തന്നെ അതിനു പിന്നിൽ പതിക്കണം. പ്രകൃതിയുടെ ഒരു താളവും മാന്ത്രികതയും ഇഴചേരുന്ന ഈയൊരു ഐഡിയ എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചേ, യഥാർത്ഥത്തിൽ കുള്ളന്മാർ ഉപയോഗിച്ചിരുന്ന റൂണിക് അക്ഷരമാലകളാണിത്.
പുതിയ ഭാഷകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ടോൾക്കീനുണ്ടായിരുന്ന ആ വലിയ പാഷൻ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം. വെറുമൊരു സങ്കല്പമല്ല, സ്വന്തമായി അക്ഷരങ്ങളും വ്യാകരണവുമുള്ള ഒരു പുതിയ ലോകം. ഈ രഹസ്യഭാഷയിലൂടെയാണ് അവരാ പർവ്വതത്തിലെ രഹസ്യവാതിൽ കണ്ടെത്തുന്നത് എന്നത് ഇതിന്റെ ഭംഗി കൂട്ടുന്നുണ്ട്. അപ്പോ ഇനി അഞ്ചാമത്തെ കാര്യം, ഡ്രാഗനിന്റെ സ്വർണം, ഏറ്റവും അപകടകരമായ നിധി. അങ്ങനെ ആ വലിയ സംഘം പ്രതിസന്ധികളൊക്കെ താണ്ടി ഒടുവിൽ ലോൺലി പർവ്വതത്തിൽ എത്തിച്ചേരുവാണ്. അവിടെ അവരെ കാത്തിരുന്നത് സ്മോഗ് എന്ന ഡ്രാഗൺ മാത്രമല്ല കേട്ടോ. ഇതിലെ ഏറ്റവും വലിയ വില്ലനെന്ന് പറയുന്നത് ആ നിധി തന്നെയാണ്. ഒരു കുള്ളന്റെ മനസ്സിനെ എളുപ്പം അഴിമതിപ്പെടുത്താനും അവനെ ക്രൂരനാക്കാനും കഴിയുന്ന ഒരു വല്ലാത്ത ഡാർക്ക് എനർജി ആ സ്വർണത്തിനുണ്ട്. തീ തുപ്പുന്ന ഡ്രാഗണിനേക്കാൾ വലിയ അപകടമാണ് സ്വർണത്തോടുള്ള ഈ അന്ധമായ ആസക്തി. ഉദാഹരണത്തിന് അവരുടെ നേതാവായ തോറൻ ഓക്കൻഷീൽഡിനെ തന്നെ നോക്കാം. ആ സ്വർണത്തോടും ആർക്കൻസ്റ്റോൺ എന്ന രത്നത്തോടുമുള്ള ഭ്രാന്തമായ ആസക്തി മൂലം അയാൾ സ്വന്തം കൂട്ടുകാരെ പോലും മറക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് നമ്മുടെ ബിൽബോ വ്യത്യസ്തനാകുന്നത്. ഇത്രയും വലിയൊരു നിധി മുന്നിലുണ്ടായിട്ടും അവനിലെ ആ ഹോബിറ്റിന്റെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്നില്ല. ആ വലിയ സമ്പത്ത് അവനെ തെല്ലും സ്വാധീനിക്കുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത. അവസാനമായി ഭാഗം 6, ഒരു നായകന്റെ മടങ്ങിവരവ്. ഭയാനകരായ ട്രോളുകളെയും ഗോബ്ലിനുകളെയും കാട്ടിലെ ഭീമൻ ചിലന്തികളെയും അതിനുമപ്പുറം 5 സൈന്യങ്ങൾ തമ്മിലുള്ള ആ വലിയ യുദ്ധത്തെയും അതിജീവിച്ച ശേഷം പഴയ ആ ഹോബിറ്റല്ല തിരിച്ചുവരുന്നത്. അവൻ പൂർണ്ണമായും ഒരു ഹീറോ ആയി മാറിക്കഴിഞ്ഞിരുന്നു. ഗാൻഡാൽഫ് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചോ? ആരും പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ എപ്പോഴും നിന്നിലുണ്ട്. അതെ, സുഖസൗകര്യങ്ങളെ മാത്രം സ്നേഹിച്ചു ജീവിച്ചിരുന്ന ഒരു സാധാരണ ഹോബിറ്റിൽ നിന്ന് അപകടങ്ങളിൽ തളരാതെ ബുദ്ധിപരമായി പെരുമാറുന്ന ഒരു നായകനിലേക്കുള്ള ബിൽബോയുടെ ഈ മാറ്റം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മുടെ ഈ മികച്ച സിനിമാറ്റിക് ദൃശ്യയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ പോകുന്നതിനു മുൻപ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ പെട്ടെന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന ആ ധീരമായ ടുക് സ്വഭാവം എങ്ങനെയായിരിക്കും പുറത്തേക്ക് വരിക? നിങ്ങൾക്ക് പോലും ഇതുവരെ അറിയാത്ത എന്തൊക്കെ മാന്ത്രിക ശക്തികളാവും നിങ്ങളുടെ ഉള്ളിൽ ഉണർന്നെഴുന്നേൽക്കുക? ആ വലിയ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ഒരു എക്സ്പ്ലെയിനർ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഇതിലും വലിയൊരു മറ്റൊരു ലോകവുമായി നമുക്ക് വീണ്ടും കാണാം. എങ്ങനെയുണ്ടായിരുന്നു ഈ യാത്ര? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പറയണം കേട്ടോ. താങ്ക് യു.